CMF by Nothing Butsന്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ട സമയത്ത് തന്നെ കുറേ പേര് ആ വീഡിയോയിൽ തന്നെ കമന്റ് ആയിട്ട് ഇട്ടാണ് നമ്മുടെ ഈ ഒരു ബഡ് ആണോ അതല്ല റിയൽമി T300 വാങ്ങിച്ചാലായിരിക്കുമോ വർത്ത് ബൈങ് ആകുക എന്നുള്ളത്. ഉറപ്പായിട്ടും ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ അടുത്ത് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാവേ. ഞാൻ അതിൻ്റെ പുറകിലാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് TWSകളുടെ വിശേഷങ്ങളാണ്. ഒന്ന് നമ്മുടെ ബോട്ടിൻ്റെ ADOPS 155ഉം മറ്റൊന്ന് പറഞ്ഞത് മിവിയുടെ ഡുവോപോഡ്സ് i7. രണ്ടും ഫ്ലിപ്കാർട്ടിലാണ് ഇപ്പോൾ ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുള്ളത്. 1199 രൂപയ്ക്കാണ് ബോട്ട് ADOPS 155 ഫസ്റ്റ് സെയിലിന് എത്തിയത്. 2 ദിവസം ആയിട്ടേ ഉള്ളൂ. എന്നാൽ ഓൾറെഡി റേറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞു. 3.9 സ്റ്റാർ ആണ്. ആക്ച്വലി 25 റേറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ ആക്ച്വലി ആ ഒരു റിവ്യൂവിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് ബാഡ് സൗണ്ട് ക്വാളിറ്റി ഹേർട്സ് ഹിയർ എന്നുള്ളത്. രണ്ടാമത് വേഴ്സ്റ്റ് പ്രോഡക്റ്റ് ബട്ടൺ നോട്ട് വർക്കിംഗ്, സൗണ്ട് ക്വാളിറ്റി ബേസ് ഈസ് വെരി പുവർ എന്നൊക്കെ പറഞ്ഞിട്ട് 4 പേരാണ് ആക്ച്വലി 1 സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. 3 പേര് 3 സ്റ്റാറും അതേപോലെ തന്നെ 5 പേര് 4 സ്റ്റാർ, 13 പേരാണ് 5 സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ 5 സ്റ്റാർ കൊടുത്തിരിക്കുന്ന 13 പേരും പ്രൊമോഷൻ സംഭവമായിരിക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. കാരണം ബോട്ടിൻ്റെ പൊതുവെ നമ്മൾ നോക്കുവാണെങ്കിൽ നിർവാണ മുതലാണ് ആക്ച്വലി ഇന്നിയർ ഡിറ്റക്ഷൻ വരുന്നത്. അതായത് 1699 ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഓഫറിൽ വന്നു. എന്നാൽ പോലും 1199 രൂപയ്ക്ക് ഒരു ഇന്നിയർ ഡിറ്റക്ഷൻ ഉള്ളൊരു അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ADOPS 155. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ പോരല്ലോ, മ്യൂസിക് ക്വാളിറ്റിയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി മറിച്ച് വെച്ചാൽ നോക്കിയാലും ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് ഈ ഒരു മ്യൂസിക് ക്വാളിറ്റി തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ബേസ്, നല്ല ഇടിയുള്ള ബേസ് വേണം. പക്ഷെ അതിവിടെ മിക്കവാറും കാണത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. എന്തായാലും അത് കാണോ ഇല്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. ഇനി എന്തായാലും ഇത് മേടിച്ച് അൺബോക്സ് ചെയ്യണോ വേണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കണം. കാരണം 3.9 റേറ്റിംഗ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാലുവേ എന്താ പറയുക, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ ദീപ് സ്റ്റോർ വഴി സെയിൽ ചെയ്യും. ഞാൻ മേടിച്ച് അൺബോക്സ് ചെയ്തിട്ട് സെയിലും ആയില്ലെങ്കിൽ എൻ്റെ കാശ് വെറുതെ നഷ്ടമാവുമോ എന്നുള്ള ചെറിയ സംശയമുള്ളതുകൊണ്ട് തന്നെ ഞാനിത് മേടിക്കണോ വേണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സിങ് നോവി കാണണമെങ്കിൽ ഒരു 10-15 പേരോളം വേണം എന്ന് പറയുവാണെങ്കിൽ ഞാൻ മേടിച്ച് അൺബോക്സ് ചെയ്തതാണ്. എൻ്റെ പൈസ പിന്നെ അതിൻ്റെ കാര്യം പിന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഇതിലെടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇയർബഡുകളുടെ ആ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്, ട്രൂക്കിൻ്റെ ഒക്കെ ഇയർബഡുകൾ ഓപ്പൺ ചെയ്തില്ല ഇങ്ങനെ മുകളിലോട്ട്, ആ ഒരു ടൈപ്പാണ് കേട്ടോ ഡിസൈൻ. എന്തായാലും നല്ല രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ആക്റ്റീവ് ബ്ലാക്ക്, ആക്റ്റീവ് ടീൽ, ഹോട്ട് റോഗ്, ഐവറി വൈറ്റ്. എന്തായാലും അതിൽ ഈ ഒരു ആക്റ്റീവ് ടീൽ എന്ന് പറഞ്ഞ കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു നല്ല പച്ച കളറും അകത്ത് ആ ഒരു ഓറഞ്ച് കളറും ഒക്കെ വെച്ചിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബോൾട്ടിൻ്റെ Z40 Pro ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കോപ്പി അടിയാണോ എന്ന് ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല. എന്തോ ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങളുടെ ഈ രീതിക്ക് വാങ്ങിക്കാം. എന്തായാലും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഗ്ലോസി ഫിനിഷാണ്. സോ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. പിന്നെ 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് കേസിനുള്ളത്. കൂടാതെ അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അതുപോലെ തന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 5 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 60 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും 10 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. 35 mAh ഓരോ ഇയർബഡുകളിലും. സോ ഒരു 6 to 8 hours നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടും. കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. 65 ms ബീസ് മോഡ്, അതായത് ലോ ലേറ്റൻസി മോഡുണ്ട്. 1 വർഷം നമുക്ക് ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും സ്പെക് വൈസ് നമുക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. സ്പെക് വൈസ് ഉറപ്പായിട്ടും 1199 വർത്ത് ആണ്. പിന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്ട് നമുക്ക് മൈ ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി, ലോ ലേറ്റൻസി ഇതൊന്നും പക്ക അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. സോ ആ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടു. എന്തായാലും സ്പെക് വൈസ് നിങ്ങൾക്കിപ്പോൾ ബോട്ടിന് തന്നെ വേണമെങ്കിൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ 1199 ഇത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. വാങ്ങിക്കണം എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മിവിയുടെ ഡുവോപോഡ്സ് i7. ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, മിവിയുടെ ഏതൊരു പ്രോഡക്റ്റുകളും വന്ന് നല്ല ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ബ്രാൻഡുകളുണ്ട് വന്ന് താഴോട്ടാണ് പോകുന്നത്. പക്ഷേ മിവി എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോവുകയാണ്. നല്ല മ്യൂസിക് ക്വാളിറ്റിയാണ് ഇപ്പോൾ ഓരോ പ്രോഡക്റ്റുകളുടെ. ഈവൻ നമ്മുടെ ചാനൽ റീസെൻ്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത ഡുവോപോഡ്സ് i2 ഉണ്ടല്ലോ, i2 എന്നാണ് എന്ന് തോന്നുന്നു, എൻ്റെ ഒരു വിശ്വാസം തന്നെ i2 തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി നല്ല പക്കയായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു i7 നല്ല ബെറ്റർ ആവാനാണ് ചാൻസ് കൂടുതൽ. നല്ല രസമുണ്ടല്ലോ ഡിസൈൻ കാണാനായിട്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് ലിഡും അതേപോലെ തന്നെ ആ ഒരു ഇയർബഡ് എന്ന പോലും നല്ല നീളം കുറഞ്ഞിട്ട്, അതായത് നീളം ഭയങ്കര വലിയ നീളമുള്ള ഒരു സ്റ്റെം അല്ല, നീളം കുറഞ്ഞിട്ടുള്ളൊരു ഡിസൈൻ. എന്തായാലും ഫിസിക്കലി ആ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും നല്ല രസമുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എമറാൾഡ് ഗ്രീൻ, ലൊലൈറ്റ് ലാവണ്ടർ, പീച്ച് ഫസ്റ്റ്, പേൾ ബ്ലാക്ക്, സഫയർ ബ്ലൂ, ടോപ്പസ് വൈറ്റ് എന്നിങ്ങനെ 6 കളേഴ്സിലാണ്
കളറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാം. 1499 രൂപയ്ക്കാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നത്. 55 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, കൂടാതെ 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 500 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. അതേപോലെ തന്നെ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. 8.5 hours സിംഗിൾ പ്ലേ ടൈമിൽ കമ്പനി പറയുന്നുണ്ട്. ഡ്യുവൽ മൈക്ക് വിത്ത് AIENC ആണ് ഇവിടെ നമുക്കുള്ളത്. AIENC എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമുക്ക് ആ ഒരു പുറമേയുള്ള സൗണ്ടൊക്കെ കട്ട് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. ഇവിടെയും IPX4 ആണ്. 50 ms പക്ഷേ ലോ ലേറ്റൻസി ഇവിടെ ഉണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള സർവീസ് എന്നാണ് എല്ലാവരും പൊതുവെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു MIUI Duo Pods i7. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുത്ത് വാങ്ങിക്കണം. കാരണം ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സർവീസ് ചിലപ്പോൾ കിട്ടും, പക്ഷേ നമ്മളിങ്ങനെ മെനക്കെട്ട് അവർക്ക് മെയിൽ ചെയ്യണം അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് സർവീസ് അവൈലബിൾ ആകത്തുള്ളൂ. പക്ഷേ ബോട്ടൊന്നും അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് 2 ദിവസത്തിനുള്ളിൽ സാധനം വന്ന് എടുത്തിട്ട് ഒരാഴ്ചയ്ക്കകത്ത് പുതിയ പ്രോഡക്റ്റ് വീട്ടിലെത്തും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ കൂടെയുള്ള ഒരു ഉപയോഗം. പക്ഷേ MIUIയുടെ കാര്യത്തിൽ അങ്ങനെയുള്ളതല്ല. നമ്മൾ കുറച്ച് പിറകെ നടക്കണം. ഞാൻ ഓൾറെഡി MSIയുടെ ഒരു സർവീസിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളിങ്ങനെ പിറകെ നടന്നു കഴിഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ 2 പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇയർബഡുകൾ. ബജറ്റിൽ ഒരു 1000 അല്ലെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ റേഞ്ചിൽ നോക്കുന്നെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണെന്ന് വെച്ചാൽ സ്പെക് വൈസ് ഉറപ്പായിട്ടും ബെറ്റർ തന്നെയാണ്. പിന്നെ രണ്ടും നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു 10-15 പേരൊക്കെ പറയുവാണെങ്കിൽ ഞാൻ അൺബോക്സ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മേടിച്ച് വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി, നമ്മുടെ T300 കാണിച്ചപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ ഈ ഒരു കേസ്. പ്രീമിയം ക്വാളിറ്റി കേസാണ് ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് ആക്ച്വലി ഈ ഒരു കേസ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാണെങ്കിൽ ഞാൻ പറയാം ദീപ് സ്റ്റോറിനെ കുറിച്ചിട്ട്. നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ഇയർബഡുകളുടെ കേസസ്, അത് പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, നോർമൽ ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ വാച്ച് സ്ട്രാപ്പുകൾ, വാച്ചുകൾ, ഇപ്പോൾ ക്ലോൺ വാച്ചുകളുണ്ട്. അതുപോലെ തന്നെ ഇയർബഡുകൾ, മാസ്റ്റർ കോപ്പി എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരയ്ക്കും. ബൈ.